ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ശാന്തമായൊരു ഗ്രാമമാണ് സൻസദ്. അവിടുത്തെ നിവാസിയായ ഹേമയ്ക്ക് 2 പെൺമക്കളാണ്, തേജലും ഖുഷ്ബുവും. ഭർത്താവിന്റെ മരണശേഷം ഹേമ പുനർവിവാഹം കഴിച്ചു. രണ്ടാനച്ഛൻ വഡോദരയിലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വീട്ടിൽ വന്നിരുന്നത്. അതിനാൽ അമ്മയും മക്കളും ചേർന്നതായിരുന്നു ആ കുടുംബം. മൂത്ത മകൾ തേജൽ പഠനത്തിൽ പിന്നോക്കമായിരുന്നു. ഗ്രാമത്തിലെ തന്നെ ഒരു യുവാവുമായി പ്രണയത്തിലായ അവളെ ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ വിവാഹം കഴിപ്പിച്ചയച്ചു. അവർ സ്വന്തം വീടിന് ഏതാനും തെരുവുകൾക്കപ്പുറമാണ് താമസിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ മകൾ ഖുഷ്ബു മിടുക്കിയായിരുന്നു. ബികോം ബിരുദത്തിന് ശേഷം MBA എടുത്ത് നല്ലൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി അമ്മയെ സംരക്ഷിക്കണമെന്നതായിരുന്നു അവളുടെ സ്വപ്നം. ദിവസവും വഡോദരയിലുള്ള കോളേജിൽ പോയിരുന്ന അവൾ ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം വൈകുന്നേരങ്ങളിൽ ട്യൂഷന് വേണ്ടി വീണ്ടും വഡോദരയിലേക്ക് പോകുമായിരുന്നു. അമ്മ ഹേമയും സമീപത്തുള്ള കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. സാധാരണയായി വൈകുന്നേരം 7 മണിയോടെ ട്യൂഷൻ കഴിഞ്ഞ് ഖുഷ്ബു വീട്ടിലെത്തും. അതിനുശേഷമാണ് ഹേമ വരാറുള്ളത്. 2019 ഡിസംബർ 11 പതിവ് പോലെ 20കാരിയായ ഖുഷ്ബുവും ഹേമയും ഒന്നിച്ചിറങ്ങി. ജോലി കഴിഞ്ഞ് രാത്രി ഒരു 7:30 ഹേമ വീട്ടിലെത്തിയപ്പോൾ വീട് പുറത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. മകൾ സമീപത്ത് എവിടെയെങ്കിലും പോയതാകുമെന്ന് കരുതി ഹേമ വീട് തുറന്ന് രാത്രിക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. എന്നാൽ സമയം വൈകിട്ടും മകൾ തിരികെ വരാതിരുന്നതോടെ അവർ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മകളെ കാണാതെ പരിഭ്രാന്തയായ ഹേമ ഉടൻ തന്നെ മൂത്ത മകൾ തേജലിനെ വിളിച്ചു. ഉച്ചയ്ക്ക് കോളേജ് കഴിഞ്ഞെത്തിയ ഖുഷ്ബുവിനെയും കൂട്ടിക്കൊണ്ട് താൻ ബാങ്കിൽ പോയിരുന്നുവെന്നും ഉച്ചയ്ക്ക് 1 മണിയോടെ അവളെ വീട്ടുപടിക്കൽ ഇറക്കി വിട്ടതിനു ശേഷമാണ് താൻ മടങ്ങിയതെന്നും തേജൽ പറഞ്ഞു. വിവരമറിഞ്ഞ തേജലും ഭർത്താവ് കൽപേഷ് പട്ടേലും ഹേമയുടെ വീട്ടിലെത്തി. അയൽവാസികളും സഹായത്തിനെത്തി. ഖുഷ്ബു വൈകുന്നേരങ്ങളിൽ വഡോദരയിലേക്ക് പോകാൻ ഉപയോഗിക്കാറുള്ള ബസ് സ്റ്റോപ്പിൽ രാത്രി 8 മണി മുതൽ അവർ കാത്തിരുന്നു. വഡോദരയിൽ നിന്നെത്തിയ ബസ്സുകളിലൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. രാത്രി 10 മണിയോടെ അവസാനത്തെ ബസ്സും ആളുകളെ ഇറക്കി മടങ്ങിയതോടെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവനും അസ്തമിച്ചു. തുടർന്ന് സുഹൃത്തുക്കളെ വിളിച്ചെങ്കിലും ആർക്കും വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ വഡോദരയിലുള്ള ന്യൂ ട്യൂഷൻ സെന്ററിലേക്ക് വിളിച്ചപ്പോഴാണ് അന്നേ ദിവസം ഖുഷ്ബു അവിടെ എത്തിയിരുന്നില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. ബാങ്കിൽ നിന്ന് തിരിച്ചെത്തിയ ഖുഷ്ബു ട്യൂഷന് പോയിട്ടില്ലെങ്കിൽ ഇടയിലുണ്ടായ ആ മണിക്കൂറുകളിൽ അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ അമ്മ തളർന്നു വീണു. ഡിസംബർ 11 ആ രാത്രി മുഴുവൻ ആ കുടുംബം ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസങ്ങളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്കൂളുകളിലും കോളേജുകളിലും വഡോദരയിലെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഖുഷ്ബുവിന്റെ ഫോട്ടോ കാണിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മൂത്ത മകളെ പോലെ രണ്ടാമത്തെ മകളും ആരോടൊപ്പമെങ്കിലും ഒളിച്ചോടിയതാകാമെന്ന് നാട്ടുകാർ അപവാദ പ്രചരണങ്ങൾ മുഴക്കാൻ തുടങ്ങി. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ ഇടയുള്ള സമാനമായ ചോദ്യങ്ങളെയും ഭയന്ന് ഡിസംബർ 14 പോലീസിൽ പരാതി നൽകാൻ അവർ മടിച്ചു. മറ്റാരോടെങ്കിലും ഒളിച്ചോടിപ്പോകാൻ സാധ്യതയുള്ള ആളല്ല ഖുഷ്ബു എന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. നല്ലൊരു ജോലിയും അമ്മയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവും മാത്രമായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. പ്രണയബന്ധങ്ങളൊന്നും ഉള്ളതായി ആർക്കും അറിയുകയുമില്ലായിരുന്നു. പോരാത്തതിന് അവളുടെ മുറി പരിശോധിച്ചപ്പോൾ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഫോൺ മാത്രമാണ് കാണാതായത്. വീട് വിട്ടു പോവുകയാണെങ്കിൽ സാധനങ്ങൾ കൂടെ കരുതുമല്ലോ. പക്ഷെ നാട്ടുകാർ മകളെക്കുറിച്ച് അപവാദം പറയുമെന്ന ഭയം കാരണം മാത്രമാണ് അത്രയും ദിവസം അവർ പോലീസിനെ സമീപിക്കാതിരുന്നത്. ഒടുവിൽ പ്രതീക്ഷകളറ്റപ്പോൾ ഡിസംബർ 14 രാവിലെ 9 മണിയോടെ അമ്മ ഹേമ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. എല്ലാവരും പരസ്പരം അറിയുന്ന, ഒരാളുടെ ചലനങ്ങൾ പോലും മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ബാങ്കിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷം ഒരു പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായത് വലിയൊരു ദുരൂഹതയായി മാറി. പരാതി കേട്ട ഉടൻ തന്നെ പോലീസ് ഹേമയ്ക്ക് നേരെ ദേഷ്യപ്പെട്ടു. ഡിസംബർ 11 കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് പരാതിപ്പെടാൻ 14-ാം തീയതിയാണ് വരുന്നത്. ഈ 3 ദിവസം കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരുത്തരം പറയുമെന്ന് പോലീസ് ചോദിച്ചു. കോളേജ് കഴിഞ്ഞെത്തിയ മകൾ വൈകുന്നേരത്തെ ട്യൂഷന് പോയിരുന്നില്ല എന്നും ഗ്രാമത്തിൽ വെച്ച് തന്നെയാണ് അവളെ കാണാതായതെന്നും ഹേമ പോലീസിനോട് കണ്ണീരോടെ വിശദീകരിച്ചു. ഹേമയുടെ പരാതി സ്വീകരിച്ച പോലീസ് ഉടൻ തന്നെ സാങ്കേതികമായി അന്വേഷണം ആരംഭിച്ചു. ഖുഷ്ബുവിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനമായി സിഗ്നൽ ലഭിച്ചത് അതേ ഗ്രാമത്തിൽ വെച്ച് തന്നെയാണെന്ന് സൈബർ ക്രൈം ടീം കണ്ടെത്തി. കൂടാതെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ മണിക്കൂറുകളോളം നീളുന്ന പ്രണയ സംഭാഷണങ്ങളോ നിരന്തരമായ കോളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മകൾക്ക് അങ്ങനെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നില്ല എന്നും ഒളിച്ചോടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നും ഇതിലൂടെ പോലീസിന് വ്യക്തമായി. ഇതിനിടെ വീടിനുള്ളിലെ ഫ്രിഡ്ജ് തുറന്ന ഹേമ അവിടെ 2 ചോക്ലേറ്റുകൾ ഇരിക്കുന്നത് കണ്ടു. വരാനിരിക്കുന്ന തന്റെ ജന്മദിനത്തിന് സർപ്രൈസ് നൽകാനായി മകൾ വാങ്ങി സൂക്ഷിച്ചതായിരുന്നു അത്.
ഇതറിഞ്ഞതോടെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന മകൾ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടു പോകില്ല എന്നും അവൾക്ക് എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും അമ്മ ഉറപ്പിച്ചു. ഡിസംബർ 14 വൈകുന്നേരം ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വിജനമായ ഒരു കുളത്തിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ഏതെങ്കിലും മൃഗമാണെന്ന് കരുതിയെങ്കിലും അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ടാർപോളിൻ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞ് ഭാരമുള്ള ഒരു കെട്ടിൽ നിന്ന് ഒരു മനുഷ്യന്റെ കാൽ മാത്രം പുറത്ത് നീണ്ടു നിൽക്കുന്നത് കണ്ടു. നാട്ടുകാർ ഉടൻ തന്നെ ആ കെട്ട് കരക്കടുപ്പിച്ചു. വിവരമറിഞ്ഞ് പോലീസും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി. ടാർപോളിൻ കെട്ടിയിരുന്ന കയറുകൾ അഴിച്ചു മാറ്റി പരിശോധിക്കാൻ അവർ തയ്യാറെടുത്തു. ടാർപോളിൻ അഴിച്ചു മാറ്റിയപ്പോൾ ഉള്ളിൽ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ബെഡ്ഷീറ്റിനുള്ളിൽ ഒരു പുരുഷന്റെ ഷർട്ടും ഒരു സ്ത്രീയുടെ സാരി ഉണ്ടായിരുന്നു. അതിനുള്ളിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം അഴുകിയ നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഹേമയെയും മൂത്ത മകളെയും എത്തിച്ച് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണിച്ചതോടെ കാണാതായ ഖുഷ്ബു തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് അവർ തിരിച്ചറിഞ്ഞ് നിലവിളിച്ചു കരഞ്ഞു. അന്വേഷണം തുടർന്ന പോലീസ് മൃതദേഹത്തോടൊപ്പം ലഭിച്ച സാരിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതൊരു സാധാരണ സാരിയല്ലെന്നും ഗ്രാമങ്ങളിലെ അങ്കണവാടി ജീവനക്കാരുടെ യൂണിഫോം സാരിയാണെന്നും ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞു. ഇതിലൂടെ കൊലപാതകത്തിൽ അങ്കണവാടിയുമായി ബന്ധമുള്ള ഏതെങ്കിലും സ്ത്രീക്ക് പങ്കുണ്ടാകാമെന്ന സംശയം ഉയർന്നു വന്നു. പോലീസിന് ലഭിച്ച സാരി, ഷർട്ട്, ബെഡ്ഷീറ്റ് എന്നിവയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടെങ്കിലും ആദ്യ ദിവസങ്ങളിൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. മൃതദേഹം കണ്ടെത്തിയ കുളം ഗ്രാമത്തിലെ വിജനമായൊരു സ്ഥലത്തായതിനാൽ അവിടെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുളത്തിലേക്ക് എത്താൻ സാധിക്കുന്ന 4 വഴികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു. അതിലൊന്ന് കുളത്തിന് പുറകിലുള്ള സ്വാമി നാരായണ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയായിരുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഒരു CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കണ്ട പോലീസ് പ്രതി മൃതദേഹവും പേരി ഈ വഴിയെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വാമിനാരായണ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ടീം പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് കൊലപാതകം നടത്തിയത് ഗ്രാമത്തിലുള്ളയാൾ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് ഒരു തന്ത്രം മെനഞ്ഞു. കുളത്തിന് സമീപമുള്ള ക്ഷേത്രത്തിലെ CCTVയിലൂടെ കൊലയാളിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിയുടെ മുഖം വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം കേട്ട് പരിഭ്രാന്തനാകുന്ന കൊലയാളി എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നും അല്ലെങ്കിൽ നാടുവിടുമെന്നുമായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടെ കൊലയാളിയെ കണ്ടെത്തുന്നവർക്ക് പ്രതിഫലം നൽകാനായി ഗ്രാമവാസികൾ സ്വന്തം നിലയിൽ 5 ലക്ഷം രൂപ സ്വരൂപിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസിന്റെ തന്ത്രം കൃത്യമായി ഫലം കണ്ടു. തൊട്ടടുത്ത ദിവസം ക്ഷേത്രത്തിലെ പൂജാരി പരിഭ്രാന്തനായി സ്റ്റേഷനിലെത്തി. CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ക്ഷേത്രത്തിലെ DVR ബോക്സ് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നായിരുന്നു പൂജാരിയുടെ പരാതി. തന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാതിരിക്കാൻ കൊലയാളി തന്നെയായിരിക്കണം അത് മോഷ്ടിച്ചതെന്ന് പോലീസിന് വ്യക്തമായി. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി സ്നിഫർ ഡോഗ് ഉപയോഗിച്ച് പരിശോധന നടത്തി. ക്ഷേത്രത്തിലെ CCTV മുറിയിൽ നിന്നും മണം പിടിച്ച നായ തെരുവുകളിലൂടെ ഓടി 2-3 തെരുവുകൾക്കപ്പുറമുള്ള ഒരു വീടിന് മുന്നിൽ പോയി നിന്നു. പോലീസ് ആ വീടിന്റെ വാതിലിൽ മുട്ടി. ഉള്ളിൽ നിന്ന് മഹേന്ദ്ര എന്നയാൾ പുറത്തു വന്നു. ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു ഇയാൾ. വീട് പരിശോധിക്കാൻ എത്തിയ പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നായ മണം പിടിച്ച് ഇങ്ങോട്ടേക്കാണ് വന്നതെന്നും ക്ഷേത്രത്തിലെ DVR ബോക്സ് ഇവിടെയാണുള്ളതെന്നും പോലീസ് പറഞ്ഞു. പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കട്ടിലിനടിയിലെ കാർഡ്ബോർഡ് പെട്ടിയിൽ ഒളിപ്പിച്ച നിലയിൽ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട DVR ബോക്സ് കണ്ടെത്തി. വീട്ടിലുണ്ടായിരുന്ന മഹേന്ദ്രയോടും ഭാര്യയോടും ചോദിച്ചപ്പോൾ തങ്ങൾക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവർ പറഞ്ഞു. തുടർന്ന് അവരുടെ 18 വയസ്സുള്ള മകൻ ജയെ ചോദ്യം ചെയ്തപ്പോൾ അവൻ ഭയന്ന് വിറയ്ക്കുകയും ഒടുവിൽ CCTV ബോക്സ് മോഷ്ടിച്ചത് താൻ തന്നെയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രതിയുടെ അമ്മ അങ്കണവാടി ജീവനക്കാരിയാണെന്ന വിവരവും പുറത്തു വന്നു. മൃതദേഹത്തോടൊപ്പം ലഭിച്ച സാരി ഇവരുടേതാണെന്നും മൃതദേഹം പൊതിയാൻ ഉപയോഗിച്ച ഷർട്ട് മകൻ ജയുടേതാണെന്നും ബെഡ്ഷീറ്റ് ഇവരുടെ വീട്ടിലേതാണെന്നും പോലീസ് ഉറപ്പിച്ചു. ഇത്രയും തെളിവുകൾ മുന്നിൽ നിരത്തിയതോടെ ജയ് കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായി. തുടർന്നവൻ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തി. ഖുഷ്ബുവും ജയും ഒരേ ഗ്രാമത്തിൽ വളർന്നവരും അടുത്തറിയാവുന്നവരുമായിരുന്നു. ഖുഷ്ബു അവനെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടിരുന്നത്. എല്ലാ വർഷവും രക്ഷാബന്ധന് അവന് രാഖി കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ജയ്ക്കുള്ളിൽ ഖുഷ്ബുവിനോട് തെറ്റായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി അവൻ അനുയോജ്യമായ ഒരു അവസരത്തിനായി കാത്തിരുന്നു. ഡിസംബർ 11 ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ജയ് ഖുഷ്ബുവിന്റെ വീട്ടിലെത്തി.
കോളേജ് പുസ്തകങ്ങൾക്ക് കവറിടാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ച് അവൻ ഖുഷ്ബുവിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തം അനിയനെ പോലെ കരുതിയതിനാൽ ഖുഷ്ബു സംശയം ഒന്നും കൂടാതെ അവന്റെ ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. വീട്ടിലെത്തിയ ഉടൻ ജയ് അകത്ത് നിന്ന് വാതിലടച്ചു. പുസ്തകങ്ങൾ എവിടെ എന്ന് തിരക്കിയ ഖുഷ്ബുവിനെ അവൻ ബലമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞെട്ടിപ്പോയ ഖുഷ്ബു അവനെ തള്ളി മാറ്റുകയും ശക്തിയായി എതിർക്കുകയും ചെയ്തു. അവൻ ഉപദ്രവം തുടർന്നതോടെ ഖുഷ്ബു ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇത് പുറത്തുള്ളവർ അറിയാതിരിക്കാൻ അവൻ അവളുടെ വായ പൊത്തിപ്പിടിക്കുകയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ച് ജയ് വിശദീകരിച്ചു. അവന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുഷ്ബു പരമാവധി ശ്രമിച്ചു. എന്നാൽ സമീപത്തുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് ജയ് അവളുടെ തലയ്ക്കടിച്ചു. രക്തം വാർന്ന് തല കറങ്ങിയിട്ടും ഖുഷ്ബു അവനിൽ നിന്നും രക്ഷപ്പെടാനായി മുകളിലത്തെ നിലയിലെ ബാത്റൂമിൽ കയറി വാതിലടച്ചു. ജയ് പിന്നാലെ എത്തി ബാത്റൂമിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി വീണ്ടും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. ബോധരഹിതയായി വീണെങ്കിലും ഖുഷ്ബുവിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ബോധം തെളിഞ്ഞാൽ അവൾ വിവരമെല്ലാം പുറത്ത് പറയുമെന്നും തന്റെ ജീവിതം തകരുമെന്നും ഭയന്ന് ജയ് ഒരു കൂർത്ത കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തറുത്ത് മരണം ഉറപ്പാക്കി. തന്റെ മാതാപിതാക്കൾ ജോലി കഴിഞ്ഞെത്താൻ 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് മൃതദേഹം വേഗത്തിൽ ഒളിപ്പിക്കാൻ അവൻ പദ്ധതിയിട്ടു. വീട്ടിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റിൽ മൃതദേഹം കിടത്തി കൈകാലുകൾ കയറുകൊണ്ട് കൂട്ടിക്കെട്ടി. അടുത്തത് മുകളിലത്തെ പാളിയായി സ്വന്തം ഷർട്ടും അമ്മയുടെ അങ്കണവാടി സാരിയും വെച്ചു. അതിനു പുറമെ ടാർപോളിൻ ഉപയോഗിച്ച് നന്നായി വരിഞ്ഞു മുറുക്കി കെട്ടി. മൃതദേഹം അടങ്ങിയ വലിയ കെട്ട് ഒറ്റയ്ക്ക് താഴെ ഇറക്കാൻ കഴിയാത്തതിനാൽ വീടിന് സമീപം ജോലി ചെയ്തിരുന്ന നിർമ്മാണ തൊഴിലാളികളെ അവൻ തന്ത്രപൂർവ്വം വിളിച്ചു. കെട്ടിട അവശിഷ്ടങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് അവരുടെ സഹായത്തോടെ ആ കെട്ട് തന്റെ ബൈക്കിൽ വെച്ച് കെട്ടി. തുടർന്ന് ആരും കാണാതെ വിജനമായ കുളത്തിലെത്തിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റികയും കത്തിയും കുളത്തിലേക്കിട്ടു. ഖുഷ്ബുവിന്റെ ചെരുപ്പുകൾ സമീപത്തെ പൊന്തക്കാട്ടിലേക്കും എറിഞ്ഞു. അടുത്ത ദിവസം മൃതദേഹം വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നത് കണ്ട് ഭയന്നവൻ വലിയൊരു മരകഷ്ണം മൃതദേഹത്തിൽ വെച്ച് കെട്ടി വീണ്ടും താഴ്ത്തി. എന്നാൽ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച സാരിയുടെയും ബെഡ്ഷീറ്റിന്റെയും ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ജയുടെ പിതാവ് മഹേന്ദ്ര അത് തിരിച്ചറിഞ്ഞു. വീട്ടിൽ പരിശോധിച്ചപ്പോൾ ആ ബെഡ്ഷീറ്റ് കാണാനില്ല എന്ന് മനസ്സിലായതോടെ മകനാണ് കൊലപാതകിയെന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പായി. ചോദ്യം ചെയ്തപ്പോൾ ജയ് സത്യം സമ്മതിക്കുകയും ചെയ്തു. മകനെ പോലീസിന് മുന്നിൽ കീഴടക്കുന്നതിന് പകരം ആ മാതാപിതാക്കൾ തെളിവുകൾ നശിപ്പിക്കാൻ അവനെ സഹായിക്കുകയാണ് ചെയ്തത്. മകൻ രക്ഷപ്പെടാനായി അവർ രക്തക്കറ പുരണ്ട വീടും ബാത്റൂമും കഴുകി വൃത്തിയാക്കി. പക്ഷെ CCTVയിലൂടെ കൊലയാളിയെ തിരിച്ചറിഞ്ഞു എന്ന പോലീസിന്റെ നാടകീയമായ പ്രഖ്യാപനത്തിൽ വീണുപോയ ജയ് അന്ന് രാത്രി തന്നെ ക്ഷേത്രത്തിൽ കയറി DVR ബോക്സ് മോഷ്ടിച്ചു. ഒടുവിൽ നായയുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ പോലീസ് അവന്റെ വീട്ടിലെത്തുകയും കൊലപാതകിയെയും തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ച മാതാപിതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. അമ്മയെ സംരക്ഷിക്കാനും പഠിച്ചു വലിയ നിലയിലെത്താനും സ്വപ്നം കണ്ട് സ്വന്തം അനിയനെ പോലെ വിശ്വസിച്ചവനിൽ നിന്നും അതിക്രൂരമായ ചതി നേരിടേണ്ടി വന്ന ഖുഷ്ബു എന്ന പെൺകുട്ടിയുടെ ദാരുണമായൊരു കഥയാണിത്. തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജയുടെ മാതാപിതാക്കൾ തകർന്ന ബാത്റൂമിന്റെ ഹാൻഡിൽ മാറ്റുകയും രക്തക്കറകൾ മറയ്ക്കാൻ വീട് മുഴുവൻ പെയിന്റ് ചെയ്യുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ജയ് പോലീസിനോട് വിശദമായി തുറന്നു പറഞ്ഞു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ നടത്തി. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ജയ് കാണിച്ചു കൊടുത്തു. കെട്ടിട അവശിഷ്ടങ്ങളാണെന്ന് കരുതി മൃതദേഹം ബൈക്കിൽ കയറ്റാൻ സഹായിച്ച നിർമ്മാണ തൊഴിലാളികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന തലയിലെ പരിക്കും കഴുത്തിലെ മുറിവും ജയ് പറഞ്ഞ കാര്യങ്ങളുമായി 100% ഒത്തുപോയി. കൂടാതെ അവൻ കാണിച്ചു കൊടുത്ത കുളത്തിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റികയും കത്തിയും പൊന്തക്കാട്ടിൽ നിന്ന് ഖുഷ്ബുവിന്റെ ചെരുപ്പുകളും പോലീസ് കണ്ടെടുത്തു. ഡിസംബർ മാസം 11 നടന്ന കൊലപാതകത്തിൽ ഡിസംബർ 14 പരാതി ലഭിക്കുകയും ഡിസംബർ 17 കേസിന് പിന്നിലെ 3 പ്രതികളെയും ജയ്, അവന്റെ അച്ഛൻ, അവന്റെ അമ്മ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവ സമയത്ത് ജയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനാൽ ഒരു മുതിർന്ന കുറ്റവാളിയായി പരിഗണിച്ചാണ് കേസിന്റെ വിചാരണ നടന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചതിന് അവന്റെ മാതാപിതാക്കളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അമ്മയെ സംരക്ഷിക്കാനും പഠിച്ചു വലിയ നിലയിലെത്താനും ആഗ്രഹിച്ച അമ്മയുടെ ജന്മദിനത്തിന് നൽകാൻ ചോക്ലേറ്റ് വരെ കരുതി വെച്ച ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാണ് സ്വന്തം അനിയനെ പോലെ വിശ്വസിച്ച ഒരാളാൽ ദാരുണമായി ഇല്ലാതായത്. സ്വന്തം ബന്ധുവാണെങ്കിലും ചെറുപ്പം മുതൽ കണ്ടുവളർന്ന അനിയനെ പോലെയുള്ള ആളാണെങ്കിലും ആരുമില്ലാത്ത വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സുരക്ഷയിൽ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദുരന്തം നൽകുന്ന ഒരു പാഠം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.